മഴക്കാലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വരുന്ന പനി, ജലദോഷം, ചുമ ഒക്കെ പ്രതിരോധിക്കാൻ പറ്റിയ നല്ലൊരു റൈസ് റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ഈ ഒരു റൈസ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ മഴക്കാല രോഗങ്ങളെ നമ്മൾക്ക് പൂർണ്ണമായും പ്രതിരോധിക്കാനും പറ്റും. ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും ടേസ്റ്റിയാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് രസം റൈസ് ആണ്. ആരോഗ്യത്തിന് അത്യുത്തമമായ ഈ രസം റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. രസം റൈസ് ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ 1 കപ്പ് പൊന്നി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയരിയോ അല്ലെങ്കിൽ ഉണങ്ങലരിയോ അതോ അല്ലെങ്കിൽ ബാസ്മതി റൈസോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 1 കപ്പ് അരിക്ക് 1/4 കപ്പ് മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. മസൂർ ദാലിന് പകരം തോരപ്പരിപ്പ് എടുത്താലും മതിയാവും. ഇതിനി നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. നന്നായി കഴുകിയെടുത്ത അരിയും പരിപ്പിലേക്കും ഒരൽപ്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമ്മൾക്കൊന്ന് കുതിരാനായി മാറ്റി വയ്ക്കാം. ഇനി രസത്തിലേക്ക് ആവശ്യമായി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുക്കുന്നുണ്ട്. അതിനി ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഒരൽപ്പം വെള്ളം ഒഴിച്ച് നമ്മൾക്കൊന്ന് കുതിരാനായി മാറ്റി വയ്ക്കാം. കുതിർന്നതിന് ശേഷം നമ്മൾക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാനുള്ളതാണ്. ഇനി നമ്മൾക്കൊരു രസക്കൂട്ട് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 7 അല്ലി വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3-4 അല്ലി എടുത്താൽ മതിയാവും. അതേപോലെ തന്നെ 4 വറ്റൽമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ നല്ല ജീരകം വേണം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചു കൊണ്ടുവരാം. രസക്കൂട്ട് ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് രസം റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ കുക്കറിലാണ് റൈസ് ഉണ്ടാക്കുന്നത്. കുക്കർ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന രസക്കൂട്ടും ചേർത്ത് കൊടുക്കണം. ഇനി ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി ഇത് മൂത്ത് കിട്ടും. ഇപ്പോ രസക്കൂട്ടൊക്കെ നന്നായി വഴറ്റി പച്ചമണമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി ഇതിൽ കിടന്ന് നന്നായി ഒന്ന് വെന്തുടഞ്ഞു വരുന്ന പാകത്തിൽ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാനായി നമ്മൾക്ക് കുക്കർ ഒന്ന് ചെറുതായി മൂടി വെച്ചതിന് ശേഷം 1-2 മിനിറ്റ് നേരത്തേക്ക് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഈ മസാലയിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തവി വെച്ച് ചെറുതായി ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഉടച്ച് പേസ്റ്റ് പോലെയൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. ഈ ഒരു പാകത്തിന് മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഈ ഒരു റൈസിന് കുരുമുളകിന്റെ ഫ്ലേവർ ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അഥവാ നിങ്ങൾക്ക് കുരുമുളക് ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് രസം പൗഡറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മഞ്ഞളും കുരുമുളക് പൊടിയും ഒക്കെ നന്നായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാനായി മാറ്റി വെച്ചിരുന്ന പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത തക്കാളിയുടെ പുളി അനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. പുളിവെള്ളം ചേർത്ത് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ രസം റൈസ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് പൊടിയരിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു കുഴഞ്ഞ പാകത്തിനാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് ഒരു 5 വിസിൽ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം. 5 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കറിലെ പ്രഷറൊക്കെ പോയി. ഇനി നമ്മൾക്ക് തുറന്നു നോക്കാം.
രസം റൈസ് ഒക്കെ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് വെള്ളം അധികമായുള്ളത് പോലെ തോന്നും, പക്ഷെ ഒന്ന് തണുത്ത് കഴിയുമ്പം ഇത് പാകത്തിന് കുഴഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ഒരല്പം കായപ്പൊടിയും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസം റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. മഴക്കാലത്ത് ഇതുപോലൊരു രസം റൈസ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ മഴക്കാല രോഗങ്ങളിൽ നിന്നൊക്കെ നല്ലൊരു പ്രതിരോധ ശേഷി മക്കൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.